ഹലോ. ഇന്ന് നമുക്ക് ഇക്കത്ത് വീവിംഗ് വരുന്ന ഫാബ്രിക്സ് കണ്ട് നോക്കാം കേട്ടോ. സിംഗിൾ ഇക്കത്ത് വീവിംഗും ഉണ്ട്, ഡബിൾ ഇക്കത്തും ഉണ്ട്, അതുപോലെ മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക്സും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മോൺസ് വാർഡ്രോബിലേക്ക് സ്വാഗതം. ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഇക്കത്ത് വീവിംഗ് വരുന്ന ഫാബ്രിക് ആണ്. ഇതിൽ സിംഗിൾ ഇക്കത്ത്, അതായത് വാർപ്പ് വീവിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരേ പൊസിഷനിലേക്കാണ് വീവിംഗ് പോയിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ പാറ്റേൺ ആണ്. ബ്ലൂ, യെല്ലോ ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലുള്ള വെർട്ടിക്കൽ പാറ്റേണിലുള്ള വീവിംഗ് ആണ് കേട്ടോ. നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ നല്ലതാണ്, അതുപോലെ കുർത്ത ചെയ്യാനും കോഡ് സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ്. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ റെഡ് കളറിലുള്ള, റെഡ് അല്ല, ഒരു മെറൂൺ ഷെയ്ഡിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ പാറ്റേണിലുള്ള വീവിംഗ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ ഇങ്ങനെ വരും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുർത്തി ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ്. ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സിംഗിൾ ഇക്കത്തിന് ഒരുവിധം തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്, അതുകൊണ്ട് നമുക്ക് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. മാംഗോ യെല്ലോ ഷെയ്ഡിൽ ഒരു ക്രീം കളറിലുള്ള വെർട്ടിക്കൽ വീവിംഗ് ആണ് വരുന്നത്. ഇന്ന് കാണിക്കുന്ന ഫാബ്രിക്സ് എല്ലാം വീവിംഗ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല. ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡിൽ ലൈറ്റ് ആഷ് കളറിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതും സിംഗിൾ വീവിംഗ് തന്നെയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇനി കാണിക്കുന്നത് മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് ആണ് കേട്ടോ. സിംഗിൾ ഇക്കത്ത് ഫാബ്രിക് തന്നെ ഒരു മെർസറൈസിങ് പറഞ്ഞ പ്രോസസ്സ് വഴി സോഫ്റ്റൻ ചെയ്തിട്ടുള്ള ഫാബ്രിക്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൽ ഓറഞ്ച് ക്രീം കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നോർമൽ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു വീവിംഗ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ബ്ലൗസിനും കുർത്തയ്ക്കും കോഡ് സെറ്റിനും ജെൻസിനും ഷർട്ടിനും ഒക്കെ പറ്റിയ ഫാബ്രിക് ആണ്. ഇതും മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് തന്നെയാണ്. ഇതിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതിൽ ഒരു ക്രീം കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡഡ് എഫക്റ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. ബ്ലൂവിൽ വൈറ്റ് കളറിലുള്ള ഇതുപോലെ റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതൊക്കെ ഇക്കത്തിൽ അധികം കാണാത്ത കളേഴ്സ് ആണ് കേട്ടോ. ഇതും സോഫ്റ്റ് ആയിട്ടുള്ള മെർസറൈസ് ഇക്കത്ത് ഫാബ്രിക് തന്നെയാണ്. ഇതിലും ഒരു ലൈറ്റ് ക്രീം കളറിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഡബിൾ ഇക്കത്ത് വീവിംഗ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ഡബിൾ ഇക്കത്ത് വീവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർപ്പും വെഫ്റ്റും സെപ്പറേറ്റ് നമ്മൾ ആദ്യം ഡൈ ചെയ്തെടുത്തിട്ട് പിന്നീട് വീവ് ചെയ്യുന്നതിനാണ് കേട്ടോ ഡബിൾ ഇക്കത്ത് വീവിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് കളറിലുള്ള വീവിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു വെർട്ടിക്കൽ പാറ്റേണിലാണ് വീവിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് കോഡ് സെറ്റ് ചെയ്യാനും കുർത്ത ചെയ്യാനും ജെൻസിന് കുർത്ത ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് ആണ്. ഇതിൽ സിംഗിൾ വീവിംഗ് ഇക്കത്തിനേക്കാളും കുറച്ചുകൂടി തിക്നെസ് കൂടുതലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇക്കത്ത് വീവിംഗ് വരുന്ന ഫാബ്രിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ www.moonswardrobe.com എന്ന വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്തും പർച്ചേസ് ചെയ്യാം. COD ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.